2024 ജാനുവരി മാസം മുതൽ 2024 ഡിസംബർ 31 വരെയുള്ള ഫലങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അശ്വതി നക്ഷത്രക്കാരെ കുറിച്ചാണ് ആദ്യം തന്നെ പറയുന്നത്. അശ്വതി നക്ഷത്രം വരുന്നത് മേടൻ രാശിയിലാണ്. ആ മേടൻ രാശിയിലെ ആദ്യത്തെ നക്ഷത്രമായ അശ്വതിക്ക് ഈ ഒരു വർഷം മുഴുവൻ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. ഇപ്പോൾ തന്നെ ലഗ്നത്തിൽ, അതായത് ആ രാശിയിൽ തന്നെയാണ് നമുക്ക് വ്യാഴം നിൽക്കുന്നത്. ഏപ്രിൽ മാസം കഴിഞ്ഞാൽ, ഏപ്രിൽ 30 വ്യാഴത്തിൻ്റെ മാറ്റം വരുന്നത്. അപ്പോൾ ഏപ്രിൽ മാസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യാഴം 2ലേക്കാണ് വരിക. അപ്പോൾ അതിലും കൂടുതലുള്ള ഒരു നല്ല സമയമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം മുഴുവൻ ഈ അശ്വതി നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല സമയവും, പിന്നെ അതുപോലെ പുതിയ ഭൂമി, വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, പിന്നെ പുതിയ ബിസിനസ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലൊരു സമയമാണ് അശ്വതി നക്ഷത്രക്കാർക്ക്. വിദേശവാസത്തിനും നല്ലൊരു സമയമാണ്. രാഹു 12ൽ നിൽക്കുന്നൊരു കാലഘട്ടത്തിൽ വിദേശത്തേക്ക് പോകാനായി രാഹു സമ്മതിക്കുന്ന ഒരു ഗ്രഹമാണ് വിദേശവാസം. വ്യാഴം, പിന്നെ ഈ മേടൻ രാശിക്കാർക്ക് ശനീശ്വരൻ നിൽക്കുന്നത് 11ാം ഭാവത്തിലായതുകൊണ്ട് എന്തൊരു ജോലിയിലേക്ക് വരുമ്പം ലാഭം നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ശനീശ്വരനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ശനിയാണ് നമുക്ക് ലാഭത്തെ കൊണ്ടുവരുന്ന ഒരു ഗ്രഹം. കർമ്മത്തിൽ വളരെയധികം നന്നായി സൂക്ഷിച്ച്, അതായത് എന്ത് കർമ്മമാണോ നമ്മൾ ഏറ്റെടുക്കുന്നത് ആ കർമ്മം വളരെ നന്നായിട്ട് തന്നെ കാലത്തെണീറ്റ് അതിലേക്ക് ഓടാനും അതെത്തിക്കാനും ഒക്കെയുള്ള ഒരു ഫലം നമ്മൾ ഈ കർമ്മത്തിലൂടെ ഉണ്ടാക്കുന്നത് ഏറ്റവും ആവശ്യമുള്ള ഒരു സമയമാണ്. ഈ അശ്വതി നക്ഷത്രക്കാർക്ക് ഇത്രയും നല്ല ഗുണാനുഭവങ്ങൾ നമുക്ക് വരുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും അടുത്തുള്ള കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവാം. ഇടയ്ക്ക് ഒരു പിടിപ്പണം സമർപ്പിക്കുകയും നെയ്വിളക്ക്, ഒരു ചന്ദനത്തിരി, ഒരു പാൽപ്പായസം അതൊക്കെ സമർപ്പിക്കുകയും ചെയ്യുക. പിന്നെ ശനീശ്വരനാണ് 11ലെന്ന് ഞാൻ പറഞ്ഞ പോലെ ശനിയുടെ അമ്പലത്തിൽ, ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് പിൻവിളക്ക്, മുൻവിളക്ക്, ധാര എന്നിവ കൊടുക്കുക. പിന്നെ ഈ വിദേശവാസത്തിന് കാര്യങ്ങൾക്കൊക്കെ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ നാഗർക്ക് പൂജ കൊടുക്കുക. നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് രാഹുവിന് പൂജ കൊടുക്കുകയും ചെയ്യുക. ഇത് സന്താനങ്ങൾക്കും കുടുംബങ്ങൾക്കൊക്കെ ഇത് ചെയ്യുന്നതും ഏറ്റവും നല്ലതാണ്. ഒരു കുടുംബത്തിൽ ഒത്തൊരുമയോടുകൂടി ഈ ഒരു വർഷം നന്നായിട്ട് അശ്വതി നക്ഷത്രക്കാർക്ക് പോകാൻ ഇതെല്ലാം ചെയ്യുന്നത് നല്ലതാണ്.